മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 34:10 നാം ഇപ്രകാരം വായിക്കുന്നു: സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് യാതൊന്നിനും കുറവുണ്ടാകുകയില്ല. കർത്താവിൻ്റെ സമൃദ്ധി നിങ്ങളെല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നേഴ്സസ് ടൈമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശാലോം പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാനമായ മക്കളെ കർത്താവിന് പ്രീതികരമായി വളർത്തുക എന്നതാണ് എല്ലാ മാതാപിതാക്കന്മാരുടെയും കടമ. എന്നാൽ ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട് ലോകത്തിൻ്റെ മുൻപിൽ പേരിനും പ്രശസ്തിയും ഉള്ളവരായി മാറ്റുവാൻ വേണ്ടിയാണ് മാതാപിതാക്കന്മാർ ഇന്ന് ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ മാതാപിതാക്കന്മാർ എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടതെന്ന് തിരുവചനാധിഷ്ഠിതമായി ബഹുമാനപ്പെട്ട അലക്സാണ്ടർ കുര്യക്കാട്ടിൽ അച്ഛൻ പറയുന്നത് നമുക്ക് പ്രാർത്ഥനയോടെ ശ്രവിക്കാം. മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട ലോകമെമ്പാടുമുള്ള നേഴ്സുമാരായ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മുടെ പരിചിന്തനത്തിന് വിഷയമാക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 തുടങ്ങിയുള്ള തിരുവചന ഭാഗമാണ്. വിവാഹ ശുശ്രൂഷ വേളയിൽ, വിവാഹ തിരുകർമ്മ വേളയിൽ സകല വിവാഹിതരും ശ്രമിക്കാറുള്ള തിരുവചന ഭാഗമാണ് കാനായിലെ കല്യാണം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ കല്യാണ വീട്ടിൽ കാലുകുത്താനുള്ള ഭാഗ്യം കിട്ടിയത് ഓർക്കുന്നു. ഇന്നും അവിടെ വച്ചിരിക്കുന്ന കൽഭരണിയും വീഞ്ഞുണ്ടാക്കുവാനുള്ള സംവിധാനങ്ങളും കല്യാണ വീടുമെല്ലാം പച്ചയായി മനസ്സിൽ തങ്ങി നിൽക്കുന്നു. ഓർക്കുന്നില്ലേ ആദ്യത്തെ വിവാഹം? ഏദൻ തോട്ടം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞ സ്നേഹവും ദൈവിക ജീവനും ദൈവിക അറിവും രൂപപ്പെട്ടുണ്ടായ ഈ മനോഹര പ്രപഞ്ചത്തിൽ രൂപപ്പെട്ട ആദ്യത്തെ മനുഷ്യൻ ഒറ്റയ്ക്ക് നിന്നത്, കൂട്ടില്ലാതെ നിന്നത്. ദൈവം കൂട്ടാ, അവർ 3 പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ അതേ ഛായയും രൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട ആദ്യത്തെ മനുഷ്യൻ പുരുഷൻ കൂട്ടില്ലാതെ ഒറ്റയ്ക്ക് നിന്നപ്പം ദൈവത്തിന് പോലും തോന്നി, ഇത് ശരിയല്ല, പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അങ്ങനെ കൂട്ടിനെ കൊടുത്തു. ഔവ പിതാവായ ദൈവത്തിൻ്റെ ഉള്ളിനോട് ആദമുള്ളും ഔവ്വാവുള്ളും ഒന്നായപ്പോൾ അതാണ് പറുദീസ. ആ പറുദീസായിൽ തിന്നരുത് എന്ന് ദൈവം കൽപ്പിച്ച ആ കൽപ്പനയുടെ ലംഘനം പറുദീസായിലെ താളം തെറ്റിച്ചു. അവിടെ തെളിഞ്ഞ തീനാളം കരിന്തിരി കത്തി. അവിടെ കത്തിക്കരിഞ്ഞ തീനാളത്തിന് ഉണർവേകാൻ, വീണ്ടും കത്തിക്കാൻ ഇതാ വചനം മാംസമായവൻ കാനായിലെ കല്യാണ വിരുന്നിൽ അമ്മയോടൊപ്പം തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ആ കല്യാണ വിരുന്നിൽ എല്ലാ സംവിധാനങ്ങളും ഒരുക്കപ്പെട്ടു. പക്ഷേ അവിടെ ഒരു കുറവുണ്ടായി, വീഞ്ഞിൻ്റെ കുറവ്. അസ്വസ്ഥരായി. അന്തരീക്ഷവും അവിടെയുണ്ടായിരുന്നവരും തികച്ചും അസ്വസ്ഥരായി. ആ ഒരു കുറവാണ് പരിശുദ്ധ അമ്മയ്ക്ക് കടന്നു വരാനുള്ള വിടവ്. കാനായിലെ കല്യാണത്തിലുണ്ടായ ആ ഒരു കുറവ് അമ്മയ്ക്കിടപെടാൻ വിടവായി മാറിയെങ്കിൽ വചനമാംസമായവനെ മകനെ വിളിച്ചു. പരാതിയല്ല, പരിഭവമല്ല, ആ കുറവിലേക്ക് വിരൽ ചൂണ്ടി. വചനമാംസമായ മിശിഹ ഇടപെട്ടു. ആ കുറവ് പരിഹരിക്കപ്പെട്ടു.
പ്രിയപ്പെട്ടവരെ, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഓരോ സ്ത്രീയും പുരുഷനും മനുഷ്യരാ, കുറവുകളുള്ളവരാ. കുറവുകളുള്ള മനുഷ്യരിലേക്ക് ഇവരും തേടുകയായിരുന്നു ഒരു കൂട്ട്. ആ അന്വേഷണത്തിൽ കണ്ടുമുട്ടുന്നതാ ജീവിത പങ്കാളി. കണ്ടുമുട്ടിയത് കൊണ്ടായില്ല. വിവാഹ ജീവിതം സ്ത്രീക്കും പുരുഷനും ഒരുമിച്ച് ജീവിക്കുവാനുള്ള ഒരു ലൈസൻസ് അല്ല. ഇത് ഉടമ്പടിയാ, കൂദാശയാ. അങ്ങനെയെങ്കിൽ ഈ ഉടമ്പടിയുടെ ആഴവും അർത്ഥവും ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാ. ഓർക്കുന്നില്ലേ? അബ്രാഹത്തിന് കൊടുത്ത ഉടമ്പടി വാഗ്ദാനം. ആകാശത്തിലേക്ക് നോക്ക്, മണൽ തീരത്തേക്ക് നോക്ക്, എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്ത വിധം ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, മണൽത്തിരി പോലെ കുഞ്ഞുങ്ങളെ, സന്താനങ്ങളെ നൽകുമെന്ന് വാഗ്ദാനം കൊടുത്ത യാഹ്വേയുടെ ദൈവത്തിൻ്റെ വാഗ്ദാനം ഉറപ്പിച്ചതെങ്ങനെയാ? ഉൽപ്പത്തി പുസ്തകം 15:7 ദൈവം ഉടമ്പടിക്കായി അബ്രാഹത്തെ വിളിച്ചു. എന്തൊക്കെയാണ് അവിടെ ഉടമ്പടിക്ക് വേണ്ടത്? പശുക്കിടാവ്, ആട്ടിൻകുട്ടി, പെണ്ണാട്, മുട്ടനാട്, ഒരു പ്രാവ് കൊണ്ടുവരണം, മുറിച്ച് വെക്കണം. പക്ഷേ അബ്രാഹത്തിനൊരു തെറ്റുപറ്റി. മുറിച്ച് വയ്ക്കാൻ ആഹ്വാനമുണ്ടായിരുന്ന ആ പക്ഷിയെ മുറിച്ച് വെച്ചില്ല. ഫലമോ കഴുകന്മാർ വട്ടമിട്ട് പറന്നു. ശവാ കിട്ടിയത് ശിക്ഷ. 400 കൊല്ലം നിൻ്റേതല്ലാത്ത നാട്ടിൽ നിൻ്റെ സന്തതികൾ അലഞ്ഞു നടക്കും. ഒരു ഉടമ്പടിയിൽ വന്ന ഒരു ചെറിയ വീഴ്ചയ്ക്ക് ഇത്രയും വലിയ ശിക്ഷ നൽകാൻ ഒരുപക്ഷെ മാനുഷിക രീതിയിൽ നമ്മൾ ചിന്തിച്ചേക്കാം. വിവാഹമെന്ന ഉടമ്പടിയുടെ സാധുതയെ ചോദ്യം ചെയ്തുകൊണ്ട് ഈശോയുടെയും അടുക്കൽ ആ ശിഷ്യന്മാർ വന്നത് ഓർക്കുന്നില്ലേ? വിവാഹമോചനത്തിൻ്റെ സാധ്യതകൾ ആരാഞ്ഞുകൊണ്ട്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ ഈശോയെ പരീക്ഷിക്കുവാൻ വേണ്ടി ഫരിസേയർ ചോദിച്ച ചോദ്യം വിവാഹ മോചനത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച്. ഒരു സന്ദേഹത്തിനും ഇടമില്ലാതെ ദൈവത്തിൻ്റെ പുത്രൻ മറുപടി കൊടുത്തു, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഈ ഉടമ്പടിയിലൂടെ നടക്കുന്ന ഓരോ വിവാഹത്തിലും നടക്കേണ്ടത്. ഉടമ്പടിയുടെ ആഴങ്ങളിലേക്ക് ഒന്നുകൂടെ കടന്നു ചെല്ലുമ്പോൾ എന്തിനാണ് ഈ വെട്ടിമുറിച്ച് വെക്കുന്നത്? ഇതിൻ്റെ പശ്ചാത്തലം എന്താണ്? രാജാക്കന്മാർ തമ്മിൽ പരസ്പരം ഉടമ്പടി വയ്ക്കുമ്പോൾ കാളക്കുട്ടിയെ വെട്ടിമുറിച്ച് വെക്കണം. ആ ചോര പുരണ്ട ആ മുറിപ്പാടിലൂടെ രാജാവ് നടക്കണം. അങ്ങനെയാണ് ഉടമ്പടിയെ ഉറപ്പിക്കുക. ജെറമിയ 34:18 വെട്ടിപ്പിളർന്ന കുട്ടിയുടെ നടുവിലൂടെ നടന്നെടുക്കുന്ന ഉടമ്പടി ലംഘിച്ചാൽ ഉടമ്പടി ലംഘിക്കുന്നവനെ കാളക്കുട്ടിയെ പോലെ ആക്കും. ഇതാണ് ഉടമ്പടി. ഈ ഉടമ്പടി ലംഘിച്ചാലോ ഭയപ്പെടുത്താൻ പറയുകയല്ല, ആരെയും പേടിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല. പ്രഭാഷകൻ 23:18 വിവാഹ ഉടമ്പടിയിലേക്ക് പ്രവേശിച്ച സകല സ്ത്രീയും പുരുഷനും നെഞ്ചിലേറ്റുന്നത് നല്ലതാ. വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ ആത്മകഥം ചെയ്യുന്നു. ഇരുട്ടെനിക്ക് മറ, ഭിത്തി എന്നെ ഒളിപ്പിക്കുന്നു. അടുത്ത വചനം കേട്ട് ഭയപ്പെടരുത്. 10,000 മടങ്ങ് സൂര്യൻ്റെ ശോഭയോടുകൂടെ കർത്താവെല്ലാം കാണുന്നു. 10,000 മടങ്ങ് സൂര്യൻ്റെ ശോഭയോടുകൂടെ കർത്താവെല്ലാം കാണുന്നു. CC ക്യാമറ പോലെയാ, 1000 അല്ല, 10,000 മടങ്ങുള്ള സൂര്യൻ്റെ ശോഭയോടുകൂടെ എല്ലാം കാണുന്ന കർത്താവിൻ്റെ മുൻപിൽ ഉടമ്പടി ലംഘിച്ചാൽ ഉടമ്പടി ലംഘിക്കുന്നവനെ കാളക്കുട്ടിയെ പോലെ ആക്കും എന്ന് വചനത്തിലൂടെ വെളിപ്പെടുത്തിയവൻ്റെ ഈ വചനം പ്രിയപ്പെട്ടവരെ ഹൃദയത്തിലേറ്റേണ്ട ഒരു കാലഘട്ടത്തിലാണിന്ന് നമ്മൾ ജീവിക്കുക. ഹബക്കൂക്ക് 2-ാം അധ്യായം 11-ാമത്തെ തിരുവചനത്തിലും ഭിത്തിയിലെ കല്ലുകൾ വിളിച്ചു പറയും, മേൽക്കൂരയിലെ തുലോം വിളിച്ചു പറയും എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും ഒളിക്കണ്ട, മറയ്ക്കണ്ട. അത്രയും വ്യക്തമായ ഉടമ്പടിയുടെ പശ്ചാത്തലത്തിലാണ് വിവാഹ ജീവിതത്തിലേക്ക് ഓരോ സ്ത്രീയും പുരുഷനും പ്രവേശിക്കുന്നത് എങ്കിൽ എന്താണ് പ്രിയപ്പെട്ടവരെ വിവാഹം? ഞാൻ കാണുന്നത് ഇങ്ങനെയാണ്. 2 മലഞ്ചെരുവിൽ നിന്ന് ഉത്ഭവിക്കുന്ന 2 കൊച്ചരുവി 2ആയി ഉത്ഭവിച്ചു. തോടായി, പുഴയായി, കായലായി, കടലായി. ഇതല്ലേ കല്യാണം?
രണ്ട് ശരീരങ്ങൾ ഒന്നിച്ച് ചേരണ്ടേ? മനസ്സ് ചേരണ്ടേ? ആത്മാവ് ചേരണ്ടേ? വീട് ചേരണ്ടേ? സംസ്കാരം ചേരണ്ടേ? ഈ 5 കൂട്ടം ഒന്ന് ചേർന്നിട്ടൊന്നായി തോടായി, പുഴയായി, കായലായി, കടലിലേക്ക് എത്തുന്നതാ. എന്താണ് ഈ കടൽ? ദൈവമാകുന്ന സത്തയെ ലക്ഷ്യമാക്കി സ്ത്രീയും പുരുഷനും അവരുടെ സത്തയെ ലയിപ്പിക്കുവാൻ വേണ്ടി, വിശുദ്ധിയിൽ വളരാൻ വേണ്ടി, ഒരു വിശുദ്ധനും വിശുദ്ധിയുമാകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ജീവിതാന്തസ്സിൻ്റെ ആ അന്വേഷണത്തിൽ കണ്ടുമുട്ടിയതാ ഇവരുടെ ഈ വിവാഹ ജീവിതത്തിലെ കണ്ടുമുട്ടൽ. വിവാഹിതരെ, ആ കണ്ടുമുട്ടലിൽ 5 കൂട്ടം ഒന്നിച്ച് ചേരണം, സംസ്കാരങ്ങൾ തമ്മിൽ ചേരണം. കുരിശ് വരച്ച് പഠിച്ച ക്രിസ്ത്യാനി, രാമരാമ ചൊല്ലിപ്പടിച്ച ഹൈന്ദവ മക്കളും വിവാഹിതരായാൽ കുഞ്ഞുണ്ടാകും. പക്ഷേ അതല്ല. എന്തിയെ ഈ സംസ്കാരങ്ങൾ തമ്മിൽ, പ്രത്യേകിച്ച് ഞാനിപ്പോൾ ദുബായിലെ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ സന്ദേശം ലോകത്തോട് മുഴുവൻ, എന്നെ ശ്രമിക്കുന്ന നിങ്ങളോട് മുഴുവൻ പങ്കിടുക. കേരളത്തിൻ്റെ അതിർത്തിയും ഭാരതത്തിൻ്റെ അതിർത്തിയും കടന്നാൽ അവിടെ ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിനും അപ്പുറത്ത് വൈവിധ്യമുള്ള സംസ്കാരങ്ങളിലൂടെ ഭാരതത്തിൻ്റെയും ലോകത്തിൻ്റെയും മുഴുവൻ ഭാഗങ്ങളിൽ കുടുംബജീവിതം ജീവിക്കാൻ, ഈ ഉടമ്പടിയിൽ ഉറച്ച് ജീവിക്കുവാൻ വേണ്ടി കഷ്ടപ്പെടുന്ന, പരീക്ഷകളും പരീക്ഷണങ്ങൾക്കും വിധേയമായി ജീവിക്കുന്ന അനേകം കുടുംബജീവിതങ്ങളുടെ തകർച്ചയും വളർച്ചയും കണ്ടുകൊണ്ടാണ് വ്യക്തമായ ഭാഷയിൽ പറയുന്നത്, ഈ ഉടമ്പടിയുടെ ഉറപ്പാണ് ഇന്നും കുടുംബജീവിതങ്ങളെ ഉറപ്പിക്കുക. അവിടെ സംസ്കാരങ്ങൾ തമ്മിൽ ചേരണം. ഞാൻ ഇന്നും ഓർക്കുന്നു, കടൽ തീരത്തായിരുന്നപ്പോൾ, ദേവാലയത്തിൽ ആയിരുന്ന കാലഘട്ടത്തിൽ ഇന്റർകൾട്ട് മാരേജ്, പിതാവിൻ്റെ പ്രത്യേക അനുവാദത്തോടു കൂടി ക്രിസ്ത്യാനിക്ക് ഹിന്ദുവിനെ വിവാഹം കഴിക്കാം. കത്തോലിക്ക സഭയിൽ വിവാഹം കഴിഞ്ഞ ഒറ്റ വർഷത്തിനുള്ളിൽ ആദ്യം അവൻ കത്തിച്ചെറിഞ്ഞത് ബൈബിളാ, ഒടിച്ചെറിഞ്ഞത് കുരിശ. ബോംബെയിലെത്തിയിട്ട് വിളിച്ചു പറഞ്ഞു, അവളെ കയറ്റി വിട്ടേക്ക്. വീട്ടുകാർ പറഞ്ഞു, കയറ്റി വിടാൻ ചരക്കല്ല, പോകുവാണ് ഇനി കോടതിയിലേക്ക് വിവാഹമോചനത്തിന് വേണ്ടി. അരമനയിലും പോകണമല്ലോ. അപ്പോൾ വിവാഹ ജീവിതം ഏത് സംസ്കാരമായാലും, ആഫ്രിക്കക്കാരനായാലും അമേരിക്കക്കാരനായാലും, ഇവിടുത്തെ ഈ ഗൾഫ് രാജ്യത്തിലായ സംസ്കാരമായാലും, കുട്ടിക്കാലത്ത് നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചുറപ്പിച്ച ഒരു കുടുംബജീവിതത്തിൻ്റെ ബലമാണ് ഇന്ന് ഈ കുടുംബജീവിതത്തിൻ്റെ ബലവും ശക്തിയും. അതിനേക്കാൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച ആ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച് ജീവിക്കുന്ന ആ പശ്ചാത്തലത്തിൽ ഖാനായിലെ കല്യാണ വീട്ടിലായിരുന്നവരുടെ സാന്നിധ്യം കുടുംബത്തിലേക്ക്, പ്രിയമക്കളെ, ഉണ്ടാവട്ടെ. ആ ഉണ്ടെങ്കിലേ ഖാനായിലെ കല്യാണ വീട്ടിലൊരു താളമുണ്ടായിരുന്നു, ഒരു ഈണമുണ്ടായിരുന്നു. താളം തെറ്റിയ ലോകത്തിന് പുതിയൊരു താളവും ഈണവും നൽകാൻ വേണ്ടി ജീവിതം മുഴുവൻ പിതാവായി ദൈവത്തിൻ്റെ കരങ്ങളിൽ അർപ്പിച്ച വചനത്തിൻ്റെ ഒരു ബലവും ശക്തിയും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഓരോ സ്ത്രീക്കും പുരുഷനും ബലമായി കൂടെ ഉണ്ടാവണം. സാധാരണ വിവാഹം ഒരിക്കൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് സൂചിപ്പിക്കാറുണ്ട്, ഒരു ജഡവും വേറൊരു ജഡവും കൂടെ കൂടിച്ചേരുന്നതല്ല ക്രിസ്തീയ വിവാഹം. ഈ ജഡത്തിലേക്ക് ദൈവത്തിൻ്റെ വചനം വീണ് കത്ത് പിടിച്ചിട്ടേ കല്യാണം കഴിക്കാവൂ. സെമിനാരിയിൽ ക്ലാസ് എടുക്കുമ്പോൾ നാളത്തെ പുരോഹിതനാകാനുള്ള സെമിനാരി വിദ്യാർത്ഥികൾക്ക് ധ്യാനിപ്പിക്കുന്ന സമയത്തിൽ സൂചിപ്പിക്കാറുണ്ട്, യുവാവേ, നിന്റെ ഹൃദയത്തിലേക്ക്, നാളത്തെ പുരോഹിത, നിന്റെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ വചനം വീണ് കത്ത് പിടിച്ചിട്ട് നീ കത്തനാരായാ മതി. കന്യകാലയത്തിൽ ജീവിക്കുന്ന, നാളത്തെ സമർപ്പിതരാകാൻ ഒരുങ്ങുന്ന, പരിശീലനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടികളോട് പറയാറുണ്ട്, കന്യകേ, നിന്റെ ജഡത്തിലേക്ക് ദൈവത്തിൻ്റെ വചനം വീണ് കത്ത് പിടിച്ചിട്ട് നീ കന്യകാ സ്ത്രീയായാൽ മതി. അപ്പോൾ ഇത് കത്താനുള്ള വിളിയാ. കാൽവരിയിൽ വചനം മാംസമായവൻ കത്തിയ ക്രിസ്തുവിനോടൊപ്പം കത്താനുള്ള ഒരു വിളിയാണെങ്കിൽ ലൂക്കായുടെ സുവിശേഷം 12:49 നെഞ്ചിലേറ്റുന്നത് നല്ലതാ. ഞാൻ വന്നിരിക്കുന്നത് തീയിടാനാ. അത് കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ ആ കത്താനുള്ള വിളിയാണ് കല്യാണം. എന്നിട്ട് ഈ രണ്ടും കൂടെ കൂട്ടുകൂടി ഒഴുകി കടലിലേക്ക് ചെന്നിട്ട് കടലെന്ത് ചെയ്യുക? കടൽ ഡാൻസാ. ആർത്തിരമ്പുന്ന കടലിൽ
സ്ത്രീയും പുരുഷനും എന്ത് പണിയാ? ആ കാടലിൻ്റെ ആഴം നോട്ടവാ. കഴുത്തിൽ ചരട് കെട്ടും, വിറച്ച് വിറച്ച്. ഞാൻ ഓർക്കുന്നു, ജർമ്മനിയിൽ വെച്ച് ഒരു കല്യാണത്തിന് കട്ടിക്കാൻ നിന്ന വൈദികൻ തിരുക്കർമ്മത്തിൻ്റെ ഇടയിൽ നിന്ന് വിറയ്ക്കുന്നു. കെട്ടാൻ നിൽക്കുന്ന ചെറുക്കന് നിന്ന് വിറയ്ക്കുന്നു. അച്ഛൻ പറഞ്ഞു, മോനെ ഞാൻ അച്ഛനായിട്ട് ആദ്യം കെട്ടിക്കുക, മനസ്സിലാകും. അവനും പറഞ്ഞു, അച്ചോ ഇതെൻ്റെ ആദ്യത്തെ കെട്ടാ. അവർക്കൊക്കെ ഒരു 5-8 കെട്ടിയാലേ കെട്ടുമുറുകുള്ളൂ. ഉടമ്പടിയുടെ ഉറപ്പില്ലാത്ത പാശ്ചാത്യ നാട് മുഴുവൻ തകർന്നു നശിച്ചു എന്ന് ഞാൻ പറയില്ല. ഞാനും ആ വഴിയിലൂടെയാണ് ഇന്നിവിടെ ഇറങ്ങിയിരിക്കുന്നത് ഈ നാട്ടിൽ. എങ്കിലും കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയും ഉറപ്പും ഉറയ്ക്കണമെങ്കിൽ ആ കടലിൻ്റെ ആഴം നോക്കാൻ കഴുത്തിൽ കെട്ടിയ ചരട് കയ്യിലെടുത്തിട്ട് ഓരോ ദിവസവും ആഴം നോക്കണം. എന്ത് തോന്നണം? കല്യാണം കഴിഞ്ഞ ആദ്യത്തെ വർഷം, ആദ്യത്തെ 10 കൊല്ലം, 100 കൊല്ലം, 1000 കൊല്ലം, കോടിക്കൊല്ലം കഴിഞ്ഞാലും എന്ത് തോന്നണം? ഇറ്റ് ഈസ് സ്റ്റിൽ ഡീപ്പർ. ഈ കടലിന് ഇനിയും ആഴമുണ്ട്. അതിൻ്റെ അടിയിൽ ചെന്നിട്ട് മുട്ടരുത്. അതാണ് ദൈവത്തിൻ്റെ സത്ത, ദൈവത്തിൻ്റെ ഉള്ള്. ആ ഉള്ളാണ് ഏദൻ തോട്ടത്തിൽ പങ്കിട്ട ഉള്ള്. ആ ഉള്ളാണ് ആദാം ഉള്ളും ഹവ്വാ ഉള്ളും തമ്മിൽ ചേർത്ത് വെച്ച് ദൈവത്തിൻ്റെ ഉള്ളിനോട് കൂടെ ഒന്നായപ്പോഴുണ്ടായ പറുദീസ. ഈ പറുദീസ അനുഭവമാണ് യഥാർത്ഥ കുടുംബജീവിതമെങ്കിൽ ആ കുടുംബജീവിതത്തിൽ രൂപപ്പെടുന്ന കുഞ്ഞുങ്ങൾ, അവിടെ ജന്മമെടുക്കുന്ന കുഞ്ഞുങ്ങൾ, സ്നേഹത്തിന് കയ്യും കാലും വെച്ചുകൊണ്ട് രൂപപ്പെടുന്ന കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങൾ രൂപാന്തരപ്പെടുന്നതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എറണാകുളം അടുത്തുള്ള കുമ്പളങ്ങി ഗ്രാമം ഞാൻ ഓർക്കും. പല പ്രാവശ്യവും ആ ഗ്രാമവുമായിട്ട് ജയിൽ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് മുമ്പേ പരിചയപ്പെട്ട ഒരുപിടി ചെറുപ്പക്കാരുടെ സൗഹൃദവും അവരുമായിട്ട് അടുത്തിടപെട്ടിട്ടുണ്ട്. അവിടെ കഴിഞ്ഞ ദിവസം ചെന്നപ്പോൾ ഒരപ്പച്ചനും അമ്മച്ചിയും ഒരു താറാവ് മുട്ട തന്നത് ഓർക്കുന്നു. എന്താണ് ആ താറാവ് മുട്ടയുടെ പ്രത്യേകത? ഞാൻ പൊട്ടിച്ചു നോക്കിയപ്പോൾ നല്ല ചുമപ്പ് നിറം. ആ നാടിൻ്റെ പ്രത്യേകത ചുറ്റും കരിമീനാ, ചുറ്റും വെള്ളം, താറാവ്, കരിമീൻ, അതാണ് നാടിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ ചോദിച്ചത്, എന്താണ് മേരി അമ്മച്ചി ഈ താറാവിൻ്റെ മുട്ട ഇതുപോലെ ചുമന്നിരിക്കുന്നേ? അപ്പോൾ പറഞ്ഞു, അച്ഛൻ നോക്ക്, ദേ ആ ഞങ്ങളുടെ താറാവ് തിന്നുന്നത് ചെമ്മീനാ. ഈ ചെമ്മീൻ തിന്ന് വളരുന്ന താറാവിടുന്ന മുട്ടയാണ് ഏറ്റവും പ്രോട്ടീനുള്ളത്. ഏറ്റവും നല്ല ചുമപ്പ് നിറമുള്ള മുട്ടയാണ് ഈ താറാവിടുന്നത്. അതും കുടുംബജീവിതവുമായിട്ട് എന്ത് ബന്ധം? ഞാൻ അവിടെ ഇരുന്ന് ചിന്തിച്ചു, കുടുംബജീവിതക്കാരാ, അപ്പൻ താറാവേ, അമ്മ താറാവേ, നിങ്ങളൊക്കെ കൊത്തി തിന്നുന്നതാണ് ഉണ്ണിയായി നിങ്ങളുടെ ഉദരത്തിൽ ഉരുവാകുന്ന ഉണ്ണി. എന്താണ് കൊത്തി തിന്നുന്നത്? കുഞ്ഞുരുവാകുന്ന സമയത്ത് വചനം കൊത്തിത്തിന്ന പരിശുദ്ധ അമ്മ, വചനത്തിനു മാംസം കൊടുത്തവളുടെ ആ കുഞ്ഞു വചനം മാംസമായ ലോകത്തിൻ്റെ രക്ഷകനാ രൂപപ്പെട്ടത്. എന്ത് കൊത്തി തിന്നുന്നുവോ അതാണ് രൂപപ്പെടുന്നത്. IPL ഈയിടെ കളിച്ച സച്ചിൻ ബേബി, ഒരു വിവാഹം ആശീർവദിക്കാനുള്ള ഭാഗ്യം എന്ന് തന്നെ ഞാൻ പറയും. കയ്യിൽ കൊന്തയും ബൈബിളും ചേർത്ത് പിടിച്ചുകൊണ്ട് ക്രിക്കറ്റ് കളിക്കിറങ്ങുന്നതിന് തൊട്ട് മുമ്പേ വിളിക്കും, ഫാദർ പ്രാർത്ഥിക്കണേ. വിവാഹശേഷം ആണ് ഞാനും അടുത്ത് ഇടപെട്ടത്. ഒരു ദിവസം വീട്ടിൽ കയറി ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ മോൻ എങ്ങനെയാ അപ്പച്ച അമ്മച്ചി ഇത്രയും നല്ലൊരു ക്രിക്കറ്റ് കളിക്കാരനായത്? ഇവൻ്റെ രക്തത്തിൽ പോലും ഈ ക്രിക്കറ്റ് അലിഞ്ഞിട്ടുണ്ടല്ലോ. അവരുടെ അനുവാദത്തോട് ഞാൻ പറയുക, അമ്മ എന്നോട് പറഞ്ഞത്, അച്ഛാ ഞാനെങ്ങനെയാണ് ക്രിക്കറ്റ് കളി പഠിച്ചതെന്ന് എനിക്കറിയില്ല, എനിക്ക് കളിക്കാൻ അറിയില്ല. ഈ കുഞ്ഞിനെ ഞാൻ ഉദരത്തിൽ വഹിച്ച കാലത്ത് മുഴുവൻ എന്ന പോലെ ഫുൾ ടൈം അല്ലെങ്കിലും നല്ലൊരു ശതമാനം ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഉണ്ടായതാരാ? ക്രിക്കറ്റ് കുഞ്ഞ. അപ്പോൾ എന്ത് കൊത്തി തിന്നുന്നുവോ അതാണ് ഉരുവാകുന്ന ഉണ്ണി. ഹെൽഗ എന്നൊരു മോളെ 10-20 കൊല്ലം മുൻപ് എറണാകുളത്ത് ഞങ്ങളുടെ ആശ്രമത്തിൽ അപ്പനും അമ്മയും കൂടെ കൊണ്ടുവന്നത് ഓർക്കുന്നു. അവളുടെ പ്രശ്നം, അവിടെ ഒരു കല്ലിങ്ങെടുത്തു, അലമാരി ചിരിടിച്ച് പൊളിച്ചിട്ടു, കാതിലെയും കഴുത്തിലെയും സ്വർണം വലിച്ചൂരി എറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ ശവം
റെയിൽവേ പാളത്തിൽ നിന്ന് കഷണം കഷണമായി പെറുക്കിക്കൊണ്ട് പോരെ. കളമശ്ശേരിയിലൂടെ ട്രെയിൻ പോകുന്നുണ്ടല്ലോ. അകലെ നിന്നും വിശാഖപട്ടണത്തു നിന്നും വന്ന അപ്പൻ എന്നോട് പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, മൂത്ത മോളാണച്ചോ, രൂപപ്പെട്ടപ്പം ഈ ജോലിയുടെ ഇടയിൽ, ഉദ്യോഗത്തിൻ്റെ ഇടയിൽ ഇപ്പം ഇത് വേണമായിരുന്നോ എന്ന് ചിന്തിക്കുക മാത്രമല്ല, അന്ന് ഞങ്ങൾ ചിന്തിച്ചതാ കഷ്ണം കഷ്ണമാക്കാൻ. കുഞ്ഞറിഞ്ഞോ? കുഞ്ഞ് കേട്ടോ? കേൾക്കണ്ട, അറിയണ്ട. ചിന്തിക്കുന്ന ചിന്തയ്ക്ക് പോലും പ്രിയപ്പെട്ടവരെ വലിയ വില കൊടുക്കേണ്ടി വരും. മോളിന്ന് ആൺകുട്ടിയല്ല, പെൺകുട്ടിയാ. തിരിഞ്ഞു നിന്ന് നിങ്ങളെൻ്റെ ശവം റെയിൽവേ പാളത്തിൽ നിന്ന് കഷണം കഷണമായി പെറുക്കിക്കൊണ്ടുപോരെ എന്ന് പറഞ്ഞപ്പോഴാ അവരോർത്തു, ഒരു കാലത്ത് ഈ ഉരുവായ കുഞ്ഞിനെ കഷണം കഷണമാക്കാൻ പ്രിയപ്പെട്ടവരെ ചിന്തിച്ചേ ഉള്ളൂ. അവരാരും അതിനെ കഷണമാക്കിയില്ല. ഇന്ന് പച്ചക്കറി അരിയുന്നത് പോലെ ആശുപത്രിയിൽ പോയി ഉദരത്തിൽ ഉരുവാകുന്ന കുഞ്ഞിനെ അരിഞ്ഞുകൂട്ടി വലിച്ചെറിയാൻ പോലും പുതിയ സംസ്കാരത്തിന് വലിയ നൊമ്പരമൊന്നും തോന്നുന്നില്ല. അവരത്രയും വലിയൊരു പാതകമൊന്നും ചെയ്തില്ല. പക്ഷെ ക്രിസ്തീയ ധാർമ്മികതയുടെ പ്രത്യേകത തെറ്റ് ചെയ്യണ്ട, ചിന്തിച്ചാ മതി. ചിന്തിക്കുന്ന ചിന്തയ്ക്ക് പോലും പ്രിയപ്പെട്ടവരെ വലിയ വില കൊടുക്കേണ്ടി വരും. സഹോദരനെ വെറുക്കുന്നവനാരാ? 1 യോഹന്നാൻ 3:15 ക്ലിയർ ആയിട്ടും വചനം പഠിപ്പിക്കുന്നുണ്ടല്ലോ. സഹോദരനെ വെറുക്കുന്നവനാരാ? കൊലപാതകി. കൊല്ലണ്ട. സമയവും സാഹചര്യം ഒത്തുകിട്ടിയില്ല, കൊല്ലാൻ കഴിഞ്ഞില്ല, വിഷമിക്കണ്ട. അവൻ കൊലപാതകിയാ. അവൻ ചുമക്കുന്നത് ആരെയാ? അവൻ ചുമക്കുന്നത് വെറുക്കുന്നവൻ്റെ ശവമാ. എന്ന് പറഞ്ഞാൽ മൊബൈൽ മോർച്ചറി. വെറുക്കുന്ന വെറുപ്പിൽ വെറുക്കുന്നതിൻ്റെ ശവമുണ്ടെങ്കിൽ അവൻ ചുമക്കുന്നത് വെറുക്കുന്നവൻ്റെ ശവമാണെങ്കിൽ മൂക്കിൽ പഞ്ഞിയില്ലെന്നേ ഉള്ളൂ. അവൻ ചുമക്കുന്നത് അവൻ ഒരു മൊബൈൽ മോർച്ചറിയാ. കാരണം സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാ. തെറ്റായ ഒരു നോട്ടം തെറ്റി നോക്കിയാൽ നോക്കുന്ന നോട്ടത്തിൽ വ്യഭിചാരത്തിൻ്റെ തെറ്റുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചവൻ ആരാ? മിശിഹായാ, യേശുവാ. കാനായിലെ കല്യാണത്തിന് സന്നിഹിതനായവനാ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരരെ, ലോകമെമ്പാടും ലോകത്തിലേക്ക് മനുഷ്യ കുഞ്ഞുങ്ങൾ 2 കരങ്ങളോടെ സ്വീകരിക്കുന്ന നേഴ്സുമാരായ സഹോദര സഹോദരി, നിങ്ങൾക്ക് വലിയൊരു ദൗത്യമുണ്ട്. കുഞ്ഞുങ്ങളെ വേദപാഠം പഠിപ്പിക്കേണ്ടത് വേദപാഠ ക്ലാസ്സിലല്ല, ഉദരത്തിലായിരിക്കുന്ന അവസ്ഥയിലാ. കാറ്റക്കിസം സ്റ്റാർട്ട്സ് അറ്റ് ദ womb and ends at the tomb. ഗർഭത്തിലാണ് വേദപാഠം അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടത്. അവസാനിക്കുന്നത് എവിടെയാ? ശവകുടീരത്തിൽ. അപ്പോൾ ജനിക്കുമ്പോൾ കൂടെ മരിക്കുമ്പോൾ കൂടെയുള്ള നേഴ്സ് സഹോദര സഹോദരി, ലോകം മുഴുവനുമുള്ള സകല മനുഷ്യ മക്കളും ആദ്യം കരസ്പർശം കിട്ടുന്നത് നിങ്ങളുടെ കരമാ. ആ കരം വിശുദ്ധീകരിക്കണം. ആ കരം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സ്പർശമുള്ളതായിരിക്കണം. കർത്താവേ, അങ്ങയുടെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു. അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ നിർമ്മലമായിരിക്കണം നിങ്ങളുടെ കരങ്ങൾ, നിങ്ങളുടെ നോട്ടങ്ങൾ, നിങ്ങളുടെ സാന്നിധ്യം. അപ്പോൾ പിറക്കുന്ന കുഞ്ഞ് വചനക്കുഞ്ഞായി ഭൂമിയിലേക്ക് അവസാനം മരണം തൊട്ടടുക്കുന്ന നിമിഷം ഒരു നോട്ടമുണ്ട്. തളർന്ന കൈ, ലോകത്തോട് വിട, ഇതുവരെ ഉണ്ടാക്കിയ നേട്ടങ്ങളോട് വിട, കൂടാരങ്ങളോട് വിട. നിത്യ കൂടാരത്തിലേക്ക് യാത്രയാകുന്നതിന് മുമ്പ് ഒരു നോട്ടമുണ്ട്. ആ നോട്ടത്തിൽ കാണുന്ന മുഖം ആരുടെ മുഖം? തൊട്ടടുത്ത് സകല യന്ത്രങ്ങളും മെഷീനുകളും ഘടിപ്പിച്ച് അന്തിശ്വാസം വലിക്കുമ്പോൾ കാണുന്ന മുഖം ഈ മാലാഖയുടെ മുഖമല്ലേ നേഴ്സേ? എങ്കിൽ ആ മുഖം ദൈവീകമായ ഒരു ചൈതന്യത്തോടെ, ദൈവീകമായ ഒരു നിറവോടെ ആയിരിക്കണം. അതുകൊണ്ട് നേഴ്സുമാരെ, ഇത് നിങ്ങളുടെ ജീവിത മാർഗമല്ല, ഇത് നിങ്ങളുടെ തൊഴിലല്ല, ഇത് നിങ്ങളുടെ ജീവിതമാ.
ഞാനും ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ഞാൻ ജീവിക്കുന്ന പൗരോഹിത്യം ഇത് ജീവിക്കാനുള്ള മാർഗമാണെങ്കിൽ തെരുവിലൊരു ചിരട്ടയും വെച്ചിരുന്ന് തെണ്ടുവാ നല്ലതെന്ന് ചിലപ്പോൾ ഓർത്തിട്ടുണ്ട്. ഇത് ജീവിക്കാനുള്ളൊരു മാർഗമല്ല. അതുപോലെ നേഴ്സുമാരായ നിങ്ങളുടെയും ശുശ്രൂഷ ജീവിക്കാനുള്ളൊരു മാർഗമല്ല, ഇത് ജീവിതമാണ്. അപ്പോൾ നിങ്ങളുടെ ദൗത്യം ആരുടെ ദൗത്യമോ? പരിശുദ്ധ അമ്മയുടെ ദൗത്യം. ആ കാനായിലെ കല്യാണത്തിന് സന്നിഹിതനായിരുന്ന ഈശോയുടെ ദൗത്യം, അപ്പസ്തോലന്മാരായ ശിഷ്യന്മാരുടെ ദൗത്യം, അവിടെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി പാടിയ മാലാഖമാരുടെ കൂട്ടായ്മ, ഇതല്ലേ നിങ്ങളുടെ ശുശ്രൂഷയുടെ ബ്യൂട്ടി, മനോഹാരിത? അങ്ങനെയെങ്കിൽ ധന്യം ഈ ജീവിതം എന്ന് നിങ്ങളുടെ ജീവിതത്തെ നോക്കി ലോകം പറയട്ടെ. സ്വർഗത്തിൻ്റെ മുദ്ര നിങ്ങളുടെ മേൽ പതിയട്ടെ എന്ന പ്രാർത്ഥനയോടെ, സ്നേഹപിതാവായ ദൈവമേ, ഏതൊരു സ്നേഹത്താലും അരൂപിയാലും ചൈതന്യത്താലും അവിടുന്ന് ഈ നിമിഷം ഇങ്ങനെയൊരു വേദിയിൽ വചനത്തിലൂടെ ഏറ്റെടുത്ത ഈ വലിയ ദൗത്യത്തിൻ്റെ ആഴവും അർത്ഥവും ഉൾക്കൊള്ളാൻ, അതിനനുസരിച്ച് ജീവിക്കാൻ, അനേക ജീവിതങ്ങൾക്ക് അർത്ഥം പകരാൻ നേഴ്സുമാരായ സകല ലോകത്തിലെയും സകല ഭൂഖണ്ഡങ്ങളിലെയും സഹോദരി സഹോദരന്മാർക്ക് നിൻ്റെ വചനം വിളക്കും പ്രകാശവും വഴികാട്ടിയുമായിരിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. സ്നേഹമുള്ളവരെ, ഒരു കുഞ്ഞിനെ ഉദരത്തിൽ സ്വീകരിക്കുമ്പോൾ മുതൽ എത്രമാത്രം വിശുദ്ധിയോടും പ്രാർത്ഥനയോടും കൂടെ അതിനെ പരിപാലിക്കണമെന്ന് നമുക്ക് പറഞ്ഞു തന്ന അലക്സാണ്ടർ അച്ഛനെ ഓർത്ത് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. കഴിഞ്ഞു പോയ അജ്ഞതയുടെ കാലങ്ങളെ ഓർത്ത് ദുഃഖിക്കാതെ ഇനിയുള്ള ജീവിതത്തിൽ എത്രയേറെ തിരക്കുകളുണ്ടായാലും നമ്മുടെ മക്കളുടെ വിശ്വാസ ജീവിതത്തിന് നമുക്ക് പ്രാധാന്യം കൊടുക്കാം. വരും തലമുറയുടെ ജ്വലിക്കുന്ന തിരുനാളങ്ങളായി മാറട്ടെ അവർ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വരിയായി ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധയായി തീരട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.